നമസ്കാരം. അഡ്വക്കേറ്റ് കൃഷ്ണരാജൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അതിൽ പറയുന്നത് പിണറായി വിജയനും കുടുംബവും, സാധാരണക്കാരൻ കോരൻ്റെ മകൻ പിണറായി വിജയൻ ആകെ അറിയാവുന്ന പണിയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. കുറച്ചുനാൾ MLA ആയിരുന്നു, പിന്നെ മന്ത്രിയായി, അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുമായി. എന്നാൽ കൂടുതൽ നാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു കേട്ടോ. കിട്ടിയ ശമ്പളത്തിന് കൃത്യമായി കണക്കും തെളിവുമുണ്ട് എന്ന് അർത്ഥം. ഭാര്യ കമല ടീച്ചർ. കിട്ടിയ ശമ്പളത്തിനും റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ പെൻഷനും അതിനുമുണ്ട് കൃത്യമായ കണക്കുകൾ. മുണ്ടയിൽ കോരൻ്റെയും കല്യാണിയുടെയും ഏകദേശം 14 മക്കളിൽ ഒരാളായിട്ടുള്ള വിജയന് 2 മക്കളാണ്, വിവേകും വീണയും. രണ്ടുപേരും MBA വരെ പഠിച്ചത് പേരുകേട്ട ലക്ഷങ്ങൾ ഫീസ് കൊടുക്കേണ്ട വലിയ വലിയ സ്വാശ്രയ സ്ഥാപനങ്ങളിലാണ്. രണ്ടുപേരും കാര്യമായി പണിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് നമുക്കറിയാവുന്നത് ഈ പൊതുമണ്ഡലത്തിൽ അറിയെ ചെയ്ത പണികൾ വെച്ചാണ്. അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര കോടികൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്, പണികൾ ചെയ്തിട്ടില്ല. കോടികളുടെ ആസ്തിയുള്ളവരാണവർ. വിജയൻ സഖാവിനും കുടുംബത്തിനും എത്ര ആസ്തിയുണ്ട് എന്ന് ആർക്കെങ്കിലും അറിയാം? അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഇന്നേ തീയതി വരെ ആരും തന്നെ അറിയില്ല. ഒരു ഏജൻസിയും ചോദിക്കാത്ത ചോദ്യങ്ങളാണ്. ഇനി കഥ ഇതൊന്നുമല്ല കേട്ടോ. വീണയെ ചോദ്യം ചെയ്താൽ വിജയനെയും കമലയെയും വിവേകിനെയും കൂടാതെ മറ്റ് ബന്ധുക്കളെയും ചോദ്യം ചെയ്യേണ്ടി വരും. ഉടുതുണി ഉരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ കുടുംബം എത്തിച്ചേരും. ഇത്രയും കാലം ജനങ്ങളെയും അടിമക്കമ്മി അണികളെയും പറ്റിച്ച് ജീവിച്ചില്ലേ? ഇനി ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ജനങ്ങളൊന്ന് അറിയട്ടെ എന്ന് പറയേണ്ടി വരുന്നു. ഉപ്പ് തിന്നവർ ഉറപ്പായി വെള്ളം കുടിക്കും സഖാവേ എന്നുകൂടി പറയാതെ പോകാൻ കഴിയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക. കൃഷ്ണരാജിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, കോടികളുടെ ആസ്തിയിലേക്ക് ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ടവനായി ജനിച്ചു വളർന്ന കോരൻ്റെയും കല്യാണിയുടെയും മകനായ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ കിട്ടി ഈ കോടിയുടെ ആസ്തികൾ? എങ്ങനെ വിവേകനെയും വീണയെയും അന്യരാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിക്കാൻ കഴിഞ്ഞു, ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട്? അവർക്കെങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞത്? മണിമാളികകൾ കെട്ടിക്കൊടുക്കുവാൻ കഴിഞ്ഞത്? വലിയ വലിയ കമ്പനികൾ ഒരുക്കി കൊടുക്കുവാൻ കഴിഞ്ഞത്? അവർക്കങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിലില്ലെങ്കിൽ കൂടിയും വീണയും പാർട്ടിയുടെ തണലിൽ കേസുകളിൽ പോലും നിന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് വീണയെ ഇങ്ങനെ പ്രതിരോധിക്കുവാൻ വേണ്ടി പാർട്ടി തയ്യാറാകുന്നത്? സാധാരണക്കാരായിട്ടുള്ള അന്തംകമ്മികളെ പറ്റിച്ച് ഇത്രയും കാലം നടത്തിയ ഈ അഴിമതിയൊക്കെ എന്തുകൊണ്ടാണ് സ്വയം ജനങ്ങളോട് പറയാൻ പോലും കഴിയാതായി പോകുന്നത്? പറയില്ല. ഒരു സഖാവും ഒരിക്കലും ചെയ്തു കൂട്ടിയ ചെയ്തികൾ പറയില്ലല്ലോ. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന സഖാവ് പറയുന്നത് തൻ്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വഴിയിൽ ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പക്ഷേ ഒരു നാൾ പോലും ഉറങ്ങാൻ കഴിയാതെ ക്ലിഫ് ഹൗസിൽ ഉറങ്ങാത്ത അച്ഛനായി കഴിയുന്ന പിണറായി വിജയനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന്. കാരണം വീണ എന്ന് പറയപ്പെടുന്ന മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിൽ നാളെ ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന് കരുതപ്പെടുന്ന മകളെക്കുറിച്ചോർത്തുള്ള വേവലാതിയിലാണ് പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരുന്നു. ആ മകളെ രക്ഷിച്ചെടുക്കുവാനുള്ള സകല തന്ത്രങ്ങളും പയറ്റുകയാണ്. തൻ്റെ ആവനാഴിയിലുള്ള അവസാനത്തെ അസ്ത്രവും എടുക്കുവാനുള്ള ശ്രമത്തിലുമാണ് പിണറായി വിജയൻ. ആരുടെ കാല് പിടിച്ചായിരുന്നാലും മകളെ ജയിലഴിക്കുള്ളിലേക്ക് വിടാതെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള ഒരു ശ്രമം, ഒരച്ഛൻ്റെ ശ്രമം വളരെ കൃത്യമായി നടത്തുന്നുണ്ട് പിണറായി വിജയൻ. പക്ഷേ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ച് നേടിയെടുത്ത കോടികൾ, സഖാക്കളെ പറഞ്ഞു പറ്റിച്ചുണ്ടാക്കിയ പണം, ഇതൊക്കെ എവിടെ നിന്നാണ്? ഇത്രയും വലിയ ആസ്തി എവിടെ നിന്നാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ലഭിച്ചത്? നമുക്കറിയാവുന്ന പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്നത് ഒരു ട്രേഡ് യൂണിയൻ നേതാവോ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഒരു സഖാവോ ആയി വളർന്നു വന്ന് MLAയും മന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയുമായ വ്യക്തിത്വമാണ്. അതിൽ നിന്ന് ലഭിച്ച കാശുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുവാൻ കഴിയുമോ? കോടികളുടെ സമ്പാദ്യമുണ്ടാക്കി വന്ന് സ്വാശ്രയ സ്വകാര്യ മേഖലയിലുള്ള സംവിധാനങ്ങളിൽ മക്കളെ പഠിപ്പിക്കുവാൻ കഴിയുമോ? ഈ സ്വാശ്രയ സ്വകാര്യ മേഖലകളിൽ വരുന്ന സംവിധാനങ്ങൾക്കെതിരെ SFI എന്ന് പറയപ്പെടുന്ന കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിച്ച മഹാനായ മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റുള്ളവൻ്റെ മക്കൾ സ്വകാര്യ കോളേജുകളിലോ സ്വാശ്രയ കോളേജുകളിലോ പഠിച്ച് രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിച്ച ഒരേ ഒരു മഹാൻ. ആ മഹാന്റെ മക്കൾ പഠിച്ചതെല്ലാം സ്വാശ്രയ കോളേജുകളിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുത്ത് എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും. എന്നിട്ടും അന്തംകമ്മികൾ ഇന്നും കീജയ് വിളിക്കുകയാണ്. വിപ്ലവം
ഇങ്ങനെ തലയ്ക്ക് പിടിക്കപ്പെട്ട അന്തം കമ്മികൾ ഇന്നും പിണറായി വിജയന് വേണ്ടിയിട്ട് ഘോരഘോരം പ്രസംഗിക്കുകയാണ്. അവർ തിരിച്ചറിയുന്നില്ലല്ലോ ഈ സഖാവ് നേടിയെടുത്ത കോടികൾ അല്ലെങ്കിൽ ഈ മണിക്കിലുക്കങ്ങൾ എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നറിയാനെങ്കിലും ഈ അന്തം കമ്മികൾ ഒരു വട്ടമെങ്കിലും ആലോചിക്കുക. പലവട്ടം ആലോചിക്കുമ്പോൾ ഈ സഖാക്കൾ നേടിയെടുത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഖാവ് നേടിയെടുത്ത കോടികൾ ആരുടെ പക്കൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ, നിങ്ങളുടെ സഖാവിനെ തിരിച്ചറിയുക.